ഡ്യൂട്ടിക്കിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി മാതാപിതാക്കൾ കടുത്തുരുത്തി മധുരവേലിയിൽ ആരംഭിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഇത്തരമൊരു ഘട്ടത്തിലും മോഹൻദാസും സഹധർമ്മിണിയും തങ്ങളുടെ മകളുടെ ഓർമ്മകൾ കാലവും ചരിത്രമുള്ള ഒരു കാലം ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ആദ്യം ഹരിപ്പാട് ഒരു ഡിസ്പെൻസറി ആരംഭിക്കുന്നത്. ആതുര സേവന രംഗത്ത് തൻ്റെ സഹായവും സേവനവും സമൂഹത്തിന് പ്രദാനം ചെയ്യണമെന്ന വന്ദനയുടെ ആഗ്രഹം അർത്ഥപൂർണമാക്കുന്ന ഒരു തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഹരിപ്പാടിൽ ആദ്യത്തെ ഡിസ്പെൻസറി തുടങ്ങുന്ന ഘട്ടം. അന്ന് ചടങ്ങിന് ചെല്ലണമെന്ന് അദ്ദേഹം ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്കന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം ഇവിടെ മധുരവേലിയിൽ ഇത് സമാരംഭിക്കുമ്പോൾ ഏറ്റവും ഗ്രാമീണ അന്തരീക്ഷം തുടിക്കുന്ന ഈ മേഖലയിൽ നിശ്ചയമായും ഇത്തരം ഒരു ആതുര സേവന സങ്കേതം സമാരംഭിക്കുന്നത് ഈ നാടിനെ സംബന്ധിച്ചോളം ഏറെ സഹായകരവും അതോടൊപ്പം തന്നെ ഏറെ വലിയ രൂപത്തിലുള്ള അനുഗ്രഹവുമായിരിക്കും. ഡോക്ടർ വന്ദനാദാസിന്റെ ആഗ്രഹപ്രകാരം മാതാപിതാക്കളായ കെ.ജി. മോഹൻദാസ്, വസന്തകുമാരി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റൽ ആരംഭിച്ചത്. ഏകമകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ വന്ദനയുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടിയാണ് ആതുര സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നത്. ആലപ്പുഴയിലും നേരത്തെ ആശുപത്രി ആരംഭിച്ചിരുന്നു. കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സേവനം വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇതിനായി വന്ദനയുടെ പേരിൽ ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ. പ്രിയ, ഫാർമസിയുടെയും IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ രഞ്ജിൻ RP DDRC ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല, കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PV സുനിൽ, മെമ്പർമാരായ സുകുമാരി, ആയിഷ, CN മനോഹരൻ, മാഞ്ഞൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുനു ജോർജ്, അഡ്വക്കേറ്റ് ഫിറോസ് മാവുങ്കൽ, PG ഷാജിബൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് K.G. മോഹൻദാസ്, മാതാവ് വസന്തകുമാരി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.